ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മുടെ പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ ബാനിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഒരു 2 ദിവസം മുമ്പ് നമ്മൾ വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അതിന്റെ കുറച്ച് ഒരു ഫർദർ അപ്ഡേറ്റും സംഭവങ്ങളൊക്കെ ഇപ്പോൾ പേടിഎമ്മിന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആർബിഐയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാം പേടിഎം പേയ്മെന്റ് ബാങ്കാണ് ശരിക്കും. നിങ്ങൾക്ക് അത് ഒരു കുറേ പേർക്ക് സംശയങ്ങളുണ്ട്. അപ്പോൾ മിക്ക നിങ്ങൾ യൂട്യൂബിൽ തപ്പിക്കഴിഞ്ഞാലും എല്ലാത്തിലും നമ്മൾ തമ്മിൽ കാണാം പേടിഎം ബാൻ എന്നിട്ട് കാണാം. ശരിക്കും അത് നിങ്ങൾ തമ്മിൽ ഫുൾ നോക്കണ്ട, വീഡിയോ ഫുൾ കണ്ട് നോക്കുക. പേടിഎം നമുക്ക് 2 ഉണ്ട്. പേടിഎം സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്, പേടിഎം പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോൾ പേടിഎം പേയ്മെന്റ് ബാങ്ക് ഇവർ തുടങ്ങിയിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ പേടിഎം തുടങ്ങിയിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞിട്ടാണ്. ഇപ്പോൾ നിങ്ങൾ അറിയായിരിക്കും, ഇപ്പോൾ ജിയോ ഫൈനാൻഷ്യൽ ബാങ്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ബാങ്ക് ഇവർ തുടങ്ങുന്നത് ഒരു ബാങ്കിങ് രംഗത്തേക്ക് കിടക്കാനുള്ള അതിൻ്റെ ലൈസൻസ് സെപ്പറേറ്റ് വേറെ എടുക്കണം ആർബിഐയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ ശരിക്കും ഈ പേയ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ സ്മോൾ ഫൈനാൻസ് ബാങ്കിനെക്കാട്ടൊക്കെ താഴെ വരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇവർക്ക് ഈ പേയ്മെന്റ് ബാങ്ക് ആയി കഴിഞ്ഞാൽ ഇവർക്ക് കുറേ ലിമിറ്റേഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഇറക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്കായിരിക്കും പേടിഎം ബാങ്ക് SBI കാർഡും അതുപോലെ തന്നെ HDFC കൂടി ടൈപ്പ് ചെയ്തിട്ടാണ് അവർ ക്രെഡിറ്റ് കാർഡ് സംഭവങ്ങളൊക്കെ ഇറക്കേണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവർക്ക് ഇപ്പോൾ സേവിങ്സ് അക്കൗണ്ട് ഉണ്ടായിരുന്നു, കറണ്ട് അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫാസ്ടാഗ് സംഭവം ഉണ്ടായിരുന്നു, വാലറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ശരിക്കും എഫക്ട് ചെയ്തൊക്കെ പേയ്മെന്റ് ബാങ്കിനെയാണ്. അതിപ്പോഴും ബാൻ തന്നെയാണ് ഉണ്ടാവുക. ഫെബ്രുവരി 29 ശേഷം നമുക്കത് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. അതിപ്പോഴും ബാൻ തന്നെയാണ്. ഇപ്പോൾ പക്ഷേ പേടിഎമ്മിന്റെ CEO ഇപ്പോൾ റീസെന്റ് ട്വിറ്ററിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് അവർ കണ്ടിന്യൂ ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിന് സ്ഥിരം സംഭവങ്ങളൊന്നും ഒരു കൺഫർമേഷനോ സംഭവങ്ങളൊന്നും ഇല്ല. അത് 100% കൺഫർമേഷൻ സംഭവമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ റീസെന്റ് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ പേടിഎമ്മിന്റെ എന്താ പറയുക QR കോഡ്, അതുപോലെ തന്നെ അതിൻ്റെ അക്കൗണ്ട്, ഇപ്പോൾ ബിസിനസ് അക്കൗണ്ട് സംഭവങ്ങളൊക്കെ കുറേ പേര് നമ്മുടെ കടയിലൊക്കെ നിങ്ങൾ കണ്ടിരിക്കും. QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ അതിൽ എമൗണ്ട് വരുമ്പോൾ വിളിച്ച് പറയുന്ന സംഭവങ്ങളൊക്കെ. അതുപോലെ തന്നെ പേടിഎമ്മിന്റെ നമ്മുടെ ഫാസ്ടാഗ്, ഈ സാധനങ്ങളൊക്കെ ഫാസ്ടാഗൊക്കെ ഇനി കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്ത് പോകുന്ന പറഞ്ഞിരിക്കുന്നത്. അവർ വേറെ ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഫാസ്ടാഗിനും. അതുപോലെ തന്നെ ഇതുപോലത്തെ ലിമിറ്റഡ് ബിസിനസ് പർപ്പസിനൊക്കെ ആയിട്ടുള്ളത് വേറെ ബാങ്കായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് മിക്കതും വർക്ക് ശരിയാവും. പക്ഷേ പേയ്മെന്റ് ബാങ്ക് ഇനി വരാനുള്ള സാധ്യത ഭയങ്കര കുറവാണ് കേട്ടോ. അത് ഭയങ്കര ലിമിറ്റേഷൻ. അതെന്ന് വെച്ചാൽ അവർ കുറേ ഉടായ്പ കാണിച്ചിട്ടാണ് ഇങ്ങനത്തെ പണി കിട്ടിക്കുന്നത്. വേറെ കാര്യം, അവരുടെ സബ്മിറ്റ് ചെയ്ത കുറേ റിപ്പോർട്ടിലും സംഭവത്തിലൊക്കെ ഭയങ്കര ഡിഫറൻസും സംഭവങ്ങളൊക്കെ ഉണ്ടായതിന് ഭാഗമായിട്ടാണ് RBI ബാൻ ചെയ്തേക്കുന്നത്. ഇതിന് മുമ്പ് 2022 ഇതുപോലെ ഒരു ബാൻ വന്നിട്ടുണ്ടായിരുന്നു. റീസെന്റ് കുറച്ച് കാലമായിട്ട് പേടിഎമ്മിന് കുറേ ബാൻ സംഭവങ്ങളൊക്കെ RBIയുടെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അവരുടെ ഷെയർ മാർക്കറ്റ്, ഇപ്പോൾ ഷെയർ മാർക്കറ്റിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റിംഗ് സംഭവങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും ഇവരുടെ ഷെയർ ഭയങ്കരമായിട്ട് ഇടിഞ്ഞിരിക്കുന്നത്. 20% അപ്പ് എക്സ്ട്രാ ആയിട്ട് തന്നെ നമുക്കിപ്പോൾ ഇടിഞ്ഞിട്ടായിരിക്കുന്നത്. അപ്പോൾ ഇനിയത് കയറി വരാൻ ഭയങ്കര പാടാണ്. അപ്പോൾ പേയ്മെന്റ് ബാങ്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഇതാണ് ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ അവർ ട്വിറ്ററിൽ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ വേറെ ബാങ്കായിട്ട് ടൈപ്പ് ചെയ്തിട്ട് ശ്രമിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ എന്തായാലും കം ബാക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഫെബ്രുവരി 29 ശേഷം ഇനി അവർ വർക്കിംഗ് ആവുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു ട്വീറ്റ് സംഭവങ്ങളൊക്കെ ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സ്മോൾ ബിസിനസ് അസോസിയേഷനൊക്കെ ഇപ്പോൾ അവരുടെ എന്താ പറയുക മെമ്പേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പേടിഎം ഉപയോഗിക്കുന്ന മെമ്പേഴ്സിനോട് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ഈ പേടിഎം നിങ്ങൾ കണ്ടിട്ടുണ്ടായില്ലേ, നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ വർത്തമാനം പറയും. എന്ന് വെച്ചാൽ നമ്മുടെ എടുത്ത് പറയുന്ന നമ്മുടെ പേയ്മെന്റ് കയറി കഴിഞ്ഞാൽ വിളിച്ച് പറയുന്ന സംഭവം നിങ്ങൾ കണ്ടിരിക്കുന്നത്. ആ സാധനം അവരുടെ പേടിഎം യൂസേഴ്സിന് മാറാനൊക്കെ അവരുടെ അസോസിയേഷനൊക്കെ മെമ്പേഴ്സിനോട് റെക്കമെൻഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് കുറേ പേര് മാറിയിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഇനി ഫെബ്രുവരി 29 ശേഷം നമുക്ക് ഡെബിറ്റ് മാത്രമേ പറ്റുള്ളൂ, ക്രെഡിറ്റ് പറ്റില്ല. അപ്പോൾ അത് ഇനിയും എത്രയും പെട്ടെന്ന് മാറാനുള്ള ചാൻസ് ഭയങ്കര കുറവാണ്. ഫെബ്രുവരിക്ക് ശേഷം അതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഇത് പേയ്മെന്റ് ബാങ്ക് അവരുടെ ബാങ്കിങ് സെക്ഷനാണ് ബാങ്ക് കിട്ടിക്കുന്നത്. അത് ഇത്ര പെട്ടെന്നൊന്നും ബാങ്ക് ലിഫ്റ്റ് ആവില്ല. അത് നിങ്ങൾക്ക് അറിയായിരിക്കും, ബാങ്കിങ് റൂൾസ് സംഭവമൊക്കെ അറിയുന്നവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഇതാണ് ആക്ച്വലി അപ്ഡേറ്റ് വന്നേക്കുന്നത്. ഞാൻ എന്തെങ്കിലും ആക്ച്വലി പേയ്മെന്റ് ബാങ്ക് ഉണ്ട് കേട്ടോ. ഞാൻ പേടിഎം പേയ്മെന്റ് ബാങ്ക് കുറേ കാലമായിട്ട് ഉപയോഗിക്കുന്നതല്ല, എന്തെങ്കിലും ഉണ്ട് കുറേ കാലമായിട്ട്. അത് സീറോ ബാലൻസ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇത് ഇപ്പോഴും സംഭവം ആക്റ്റീവാണ്. ഇപ്പോൾ എന്തായാലും ക്ലോസ് ആയല്ലോ. പക്ഷേ ഞാൻ വാലറ്റ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ എന്താ റീചാർജ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇനിയിപ്പോൾ അതും പറ്റില്ല, അത് ക്ലോസ് ആയി. അപ്പോൾ എനിക്ക് പക്ഷേ വലിയ എഫക്റ്റീവ് ഒന്നും ഇല്ല. ഞാൻ പേടിഎം എനിക്ക് തോന്നുന്നു 1% പോലും ഉപയോഗിക്കാറില്ല. എന്താ വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട സംഭവമല്ല. എനിക്ക് എക്സ്പീരിയൻസ് ഭയങ്കര മോശമായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ക്രെഡിറ്റ് കാർഡ് ആയിക്കോട്ടെ എല്ലാം ഒരു വാല്യൂ തരാത്ത പ്രൊഡക്റ്റുകളാണ് ഫുള്ള് ഇവന്മാരുടെ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവരിപ്പോൾ പേടിഎം SBI ആയിട്ട് ടൈപ്പ് ചെയ്ത് അവർ റൂപേ കാർഡ് ഇറക്കുന്നുണ്ട്. അതും പക്ഷേ ഭയങ്കര ലിമിറ്റഡ് ആൾക്കാർക്ക്, കുറേ ഒരു 90% ആൾക്കാർക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് റിജക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സിബിലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അവരിൽ.
അപ്പോൾ ഇതാണ് ആക്ച്വലി അപ്ഡേറ്റ് വന്നിരിക്കുന്നത് വെച്ചാൽ കുറേ പേര് എന്താ വെച്ചാൽ പേടിഎം ബാനായി കുറേ പേര് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, പേടിഎം പേയ്മെൻറ്റ് ബാങ്കാണ് ബാൻ അയക്കുന്നത്, പേടിഎം അല്ല ബാൻ അയക്കുന്നുണ്ട്. അപ്പോൾ പേടിഎമ്മിൽ നമുക്ക് ഇപ്പോഴും ഉപയോഗിക്കാം, പേടിഎം നമുക്ക് റീചാർജ് ചെയ്യാൻ അങ്ങനെ സംഭവത്തിനൊക്കെ ഉപയോഗിക്കാനൊക്കെ പറ്റൂട്ടാ, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പേടിഎം പേയ്മെൻറ്റ് ബാങ്കാണ് ബാൻ, അത് നമ്മൾ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ. പക്ഷേ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി സെപ്പറേറ്റ് വേറെ വീഡിയോ എടുത്താന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ സെപ്പറേറ്റ് സംഭവമൊന്നുമില്ല. ഞാൻ ആക്ച്വലി അതിൻ്റെ പോയിന്റ്സ് സംഭവങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇനി എന്തെങ്കിലും നോക്കട്ടെ ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ CEO ആക്ച്വലി ഒരു ട്വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംഭവം അതാണ്, ദ പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് അഷ്യൂർഡ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് ദാറ്റ് ദെയർ മണി ഈസ് സേഫ് വിത്ത് ദ കമ്പനി 2 days after the Reserve Bank of India restricted it from accepting new deposit or allowing credit transaction after February 29. അപ്പോൾ ഇവർ അതൊന്നും സേഫ് ആക്കാൻ നോക്കിയതാണ്, വേറെ ഒന്നുമില്ല കേട്ടോ, വലിയ സംഭവം അപ്ഡേറ്റ് സംഭവമൊന്നും പറയാനൊന്നുമില്ല. പിന്നെ വന്നേക്കുന്നത് സംഭവം എന്ന് പറഞ്ഞാൽ യുവർ മണി ഈസ് സേഫ് വിത്ത് ദ ബാങ്ക് ആസ് ഇറ്റ് ടോൾഡ് കസ്റ്റമേഴ്സ് ദാറ്റ് ദേ വിൽ നോട്ട് ബി ഏബിൾ ടു ആഡ് ഔട്ട് ഡെപ്പോസിറ്റ് മണി ടു ദെയർ അക്കൗണ്ട് or wallet after February. അതാണ് അവർ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. There is no restriction on withdrawal of the money from existing balance even after February 29. It said അത്രയ്ക്ക് അവർ പറഞ്ഞിട്ടുള്ളൂ, വേറെ സംഭവങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ പിന്നെ വന്നിരിക്കുന്നത് no further deposit or credit transaction or top up shall be allowed in any customer account, prepaid instrument, wallet, FASTag, NCMC cards etc. എന്നിട്ടാ. അപ്പോൾ ആഫ്റ്റർ February 29 അതാണ് ഓൾറെഡി അവരുടെ ന്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ പേടിഎം പേയ്മെൻറ്റ് ഇതാണ് ഞാൻ എടുത്ത് ക്ലാരിഫൈ ചെയ്യുന്നതാണ്, പേടിഎം പേയ്മെൻറ്റ് ബാങ്കാണ് ബാൻ അയക്കുന്നത് കേട്ടോ, പേടിഎം അല്ല ബാൻ അയക്കുന്നത്, രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ് കേട്ടോ. അപ്പോൾ അത് പിന്നെ ഞാൻ ഷെയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, പേടിഎം ലോസ്റ്റ് 1/5 of its market value after RBI action against പേടിഎം പേയ്മെൻറ്റ് ബാങ്ക്. പേടിഎം stocks fell to 6th week low of 609, raising around 1.2 billion in value from the company as it went 20% above ഡൗൺ ആയിട്ട് സംഭവം. അപ്പോൾ ഇതാണ് ആക്ച്വലി അപ്ഡേറ്റ് വന്നേക്കുന്നത്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ആദ്യം എടുത്ത പ്രൈമറി അക്കൗണ്ട് വീഡിയോയിൽ നമ്മൾ പറഞ്ഞേക്കുന്നത് പേടിഎം പേയ്മെൻറ്റ് ബാങ്ക് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കുറേ പേർക്ക് സംശയം ഉണ്ടായിരുന്നു, പേടിഎം ആണോ ബാൻ ആയത് അതോ പേടിഎം ബാങ്ക് ആണോ ബാൻ ആയത്, കുറേ പേർക്ക് സംശയം. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ നമ്മൾ സെപ്പറേറ്റ് വേറെ വീഡിയോ എടുത്തിട്ടാണ്, വേറെ സംഭവമൊന്നുമില്ല. അപ്പോൾ എന്താണ് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനലും കാണാത്ത പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. കുറേ പേര് ലൈക്ക് അടിക്കുന്നില്ല, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യാം. എന്തെങ്കിലും സംശയം കാണില്ലെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി, നമ്മളെല്ലാ കമൻറ്റ് കൊടുക്കുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്, പേജ് ഫോളോ അടിക്കാത്തവരെ ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് അവിടെ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. അടുത്ത കാണാം.